പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നു. ഒരു കാല് ലോകത്തിലും ഒരു കാല് ആരാധനാലയത്തിലും. നമുക്ക് പുറത്തുള്ള ആനന്ദങ്ങളും ഉള്ളിലെ സമാധാനവും വേണം. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നമ്മെ ഉയർന്ന നിലവാരത്തിലേക്ക് വിളിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ ജനിക്കുക. ഒരിക്കൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ സംസാരിക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന് ആളുകൾ അറിയണം. നിങ്ങളുടെ ജീവിതം ഗണ്യമായി മാറണം. നിങ്ങളത് കൃത്യമായി ചെയ്യുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയവും പുതിയ മനസ്സും ഉള്ളതുകൊണ്ടാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം 27-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടത്തി. സഭ സംഗീതത്തിനോ കൂട്ടായ്മയ്ക്കോ വേണ്ടിയുള്ള ഒരു സ്ഥലം മാത്രമല്ല, അത് ദൈവത്തെ കണ്ടുമുട്ടാനും കർത്താവിന്റെ സത്യം കേൾക്കാനുമുള്ള ഒരു സ്ഥലമാണ്. ജീവനും മാർഗനിർദ്ദേശവും നൽകുന്ന വാക്കുകൾ നാം കേൾക്കുന്നത് അവിടെയാണ്. ദൈവം ആരാണെന്നും അവിടുന്ന് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ആളുകൾക്ക് അറിയാൻ വേണ്ടി സത്യം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നത് വാക്കുകളാലല്ല, മറിച്ച് രൂപാന്തരപ്പെട്ട ജീവിതത്തിലൂടെയാണ് എന്ന് ഓർമ്മിക്കുക. നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹത്തിലും യഥാർത്ഥ വിശ്വാസം പ്രകടമാകും. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കും. കൊയ്ത്തിന്റെ അനുഭവമാണ് ക്രിസ്തു. യേശുവിനെ അറിയുന്നവർ പുതു ജീവിതത്തിലേക്ക് ഉയർപ്പിക്കപ്പെടും. എന്റെ ഉപദേശം, ഭിന്നിച്ച വിശ്വസ്തയോടെ ജീവിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ മുഴുവൻ ഹൃദയവും ദൈവത്തിന് സമർപ്പിക്കുക. ദൈവാത്മാവ് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ. നാം പൂർണ്ണമായി കീഴടങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും സമാധാനവും ലഭിക്കുന്നത്. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.